അടിയന്തരാവസ്ഥക്കാലത്ത് ഒപ്പം നിന്ന ലീഗിനെ പിളർത്തിയത് CPM ആണെന്ന് കെ മുരളീധരൻ. ഒന്നിച്ചു ഭരിച്ച കാലം ഓർമ്മിപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് കെ മുരളീധരന്റെ പ്രതികരണം. വിശ്വാസിയെ ഒരിക്കലേ പാമ്പ് കടിക്കൂ എന്ന CHന്റെ പ്രതികരണം ഇന്നും പ്രസക്തമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. 1976 മുസ്ലിം ലീഗിനെ പിളർത്തിയതിന്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും CPM ആണ്. അതിനെക്കുറിച്ച് CH മുഹമ്മദ് കോയ വ്യക്തമായിട്ട് ചന്ദ്രികയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം, ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ഭാഗവും ഓർക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. അപ്പോൾ ലീഗിനോട് CPM കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് CH 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞത് ഈ CPM ഉദ്ദേശിച്ചാണ്. അപ്പോൾ ചരിത്രം മുഴുവൻ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പറയുന്നത് ചരിത്രത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളും യോഗത്തിൽ ചർച്ചയാകും. CB അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഈ സപ്തകക്ഷി മുന്നണി ഭരണകാലമൊക്കെ ഓർപ്പിച്ച് പിണറായി വിജയൻ വീണ്ടും ഒരു ലീഗിന്റെ സാധ്യതകൾ തേടുന്ന സാഹചര്യത്തിൽ ഇതും ഈ യോഗത്തിൽ ചർച്ചയാകുമോ? ഇന്നിപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം, അതുപോലെ തന്നെ ഇവരുടെ ദേശീയ ആസ്ഥാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് രണ്ടും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സമകാലീന വിഷയങ്ങളെല്ലാം ചർച്ചയാകുന്ന ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവന തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നേതൃയോഗത്തിന് ശേഷമേ എന്താണെങ്കിലും പാർട്ടി നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം പ്രതികരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ലീഗ് കാണുന്നത്. തള്ളാനും കൊള്ളാനും കഴിയാത്ത രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുള്ളത്. കാരണം മലപ്പുറം ജില്ല രൂപീകരിച്ചതും മലപ്പുറത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയതും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തുടക്കമിട്ടതും CPM കൂടി ചേർന്നാണ് ലീഗിനൊപ്പം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ഇന്നലെ ചെയ്തിട്ടുള്ളത്. അതിന് തള്ളിക്കളയുക എന്നുള്ള ലീഗിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. സമകാലീന രാഷ്ട്രീയത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ലീഗ് ബന്ധം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലതവണ സജീവമായതാണ്. ആ ലീഗ് നേതാക്കൾ അത് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സാധ്യത നിലനിർത്തുന്നു, അല്ലെങ്കിൽ നിലവിലുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ അതിനെ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും നമുക്കറിയാം. ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വളരെ ശ്രദ്ധേയമാകുന്നത്. ഒരു ഭാഗത്ത് ലീഗിനെ പലതവണ സ്വാഗതം ചെയ്ത ഇടതുപക്ഷ നേതാക്കളുടെ പ്രസ്താവനയുണ്ട്. മറുവശത്ത് മുന്നണി മര്യാദകൾ കൊണ്ട് കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി UDF മുന്നണി വിടുന്നതിലൂടെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന ലീഗ് നേതാക്കളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചർച്ച ചെയ്യപ്പെടും. എന്താണെങ്കിലും 12 മണിക്ക് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നത നേതാക്കൾ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിൻ്റെ ഒരു മറുപടി ഇതിൽ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നിർണായകമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറം ലീഗ് ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. ശരി അനുമോദ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ KLF വേദിയിൽ കോഴിക്കോട് അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് മനസ്സിലാകാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വലിയ പാടാണ്, നമ്മളത് മനസ്സിലാക്കി കൊടുക്കാൻ. രാമക്ഷേത്ര പരിപാടിയിലേക്ക് കോൺഗ്രസ് പോകാത്തത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കൊണ്ടാണെന്നാണ് MP ഗോവിന്ദൻ എന്നല്ല പറയുന്നത്. ഭയങ്കര തമാശയാണ്. ഈ വർഷത്തെ ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. കേരളത്തിലെ CPM നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് തീരുമാനം എടുത്തതെന്നൊക്കെ പറയുന്ന അത്രയും വിഡിതം. ഞാൻ ഇന്നലെ പറഞ്ഞു, വിവരക്കേട് സാധാരണ പറയും, ചിലപ്പോൾ നമ്മുടെ നാവിൽ നോക്ക് വരും. പക്ഷെ വിവരക്കേട് തുടർച്ചയായി പറയുക എന്നത് MV ഗവൺമെന്റ് ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ദേശാഭിമാനി ഒരു വാർത്ത ഉണ്ടായിരുന്നു, MPയെ കോട്ട് ചെയ്ത് തന്നെയാണ് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ദേശാഭിമാനി വാർത്ത പറയുന്നത്. അല്ല, ദേശാഭിമാനി തെറ്റായി കോട്ട് ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ദേശാഭിമാനി പറഞ്ഞ കാര്യങ്ങൾ ഒരു പാവപ്പെട്ട ചായക്കട നടത്തി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വ്യാജ ഡിഗ്രി ഉണ്ടാക്കി എന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് വ്യാജ ഡിഗ്രി ചമച്ചതവരാണ്. ദേശാഭിമാനി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചമച്ചതിന് കേസെടുത്താത്തതുകൊണ്ട് ആളാണ്. അവരൊന്നും പറയുന്ന കാണണം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളാണ് കേട്ടത്. സ്വാഭാവികമായും MT ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയുകയാണ് KLF വേദിയിൽ ഇപ്പോൾ വി.ഡി. സതീശൻ.